നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് മിസ്റ്റർ അർജുൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അർജുൻ നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. എന്നാലും എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അർജുനെ പറ്റി എല്ലാവർക്കും അറിയാം. അർജുൻ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. അർജുൻ ചില ചതിക്കുഴികളിൽ വീഴാണ്ടിരുന്നു കഴിഞ്ഞാൽ അർജുൻ ലാസ്റ്റ് വരെ നിന്ന് പോകാനുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അർജുൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പ്രണയത്തെ പറ്റിയാണ് അർജുൻ പറഞ്ഞത്. അപ്പോൾ പ്രണയത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അർജുൻ പറയുന്നത് പ്രണയം എന്ന് പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. അപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖത്ത് ചിരി വന്നു. എല്ലാവർക്കും അറിയാമല്ലോ പ്രണയം എന്താണെന്നുള്ളത്. അപ്പോൾ പ്രണയത്തിന് മുന്നേ അർജുൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ക്രഷിനെ പറ്റിയാണ്. പ്രണയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ക്രഷാകാം അല്ലേ? ക്രഷിൽ നിന്നാണല്ലോ ചില പ്രണയങ്ങളൊക്കെ മുട്ടിടുന്നത്. അപ്പോൾ അതാണ് അർജുൻ പറഞ്ഞു വെക്കുന്നത്. പ്രണയം അപ്പോൾ ക്രഷ് വന്നിരിക്കുന്നത് അർജുൻ്റെ ടീച്ചറുമായിട്ടാണ്. ഓക്കെ, എല്ലാവർക്കും സ്വാഭാവികമാണ്. മോസ്റ്റ് ഓഫ് ദ ബോയ്സ് അതിങ്ങനൊരു സ്വാഭാവികമായൊരു കഥയും കൂടി ഇതിനകത്തുണ്ട്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അർജുന് ടീച്ചറിലേക്കാണ് ഒരു ക്രഷ് ആദ്യം തോന്നിയത്. ടീച്ചർ സ്കൂളിൽ വന്നിട്ടിരുന്നത് സാരി ഉടുത്തും ജുംകയിട്ടും വെള്ളിപ്പൊട്ടൊക്കെ തൊട്ട് വരുന്ന ആ ടീച്ചറുടെ മുഖം ഇപ്പോഴും ഓർക്കുന്നില്ല, ഏത് ക്ലാസ്സാണെന്ന് ഓർക്കുന്നില്ല. പക്ഷേ ആ ടീച്ചറായിട്ടുള്ള ആ ഒരു ക്രഷ് ഫീൽ കിട്ടുന്ന ഒരു ഏരിയയൊക്കെ അർജുൻ നല്ല ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം അടിപൊളി. അപ്പോൾ അർജുൻ്റെ ഫാദർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ അർജുന് ഒരു പ്രണയം മുട്ടിടാനോ അത് തളിർക്കാനോ ഉള്ള സമയമൊന്നും എവിടെ അങ്ങനെ കിട്ടിയില്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ശരിയാണ്, അതിൻ്റെതായ സമയമുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രണയത്തിലേക്ക് ചാടി വീഴുക അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേ സീൻസ് ഉണ്ടാക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അർജുൻ കുറച്ചും കൂടി ടൈം വേണമെന്നുള്ള രീതിയും കൂടിയാണ് അത് പറഞ്ഞു വെക്കുന്നത്. അർജുൻ്റെ ഫാദർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ആയതുകൊണ്ട് അതിന് സമയം കിട്ടിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രാൻസ്ഫർ ആയിരിക്കും. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഫാദർ ചിലപ്പോൾ പോലീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ അധികം അവരെ മിസ് ചെയ്യും. ഒരു 1 ഇയർ ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യണതിന് മുന്നേ അടുത്ത സ്കൂളിലേക്ക് ഷിഫ്റ്റ് ആകുന്നു. അവർക്കും ഒരു സ്റ്റെബിലിറ്റി കിട്ടാണ്ട് വരുന്നു പല കാര്യങ്ങളും. ഈവൻ പഠിത്തത്തിൽ പോലും അതിനെ ബാധിക്കുന്ന ഒത്തിരി പിള്ളേരെയൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ പിന്നെ അർജുന് പിന്നെ വണ്ണവും കൂടി ഉണ്ടായിരുന്നു. അത് 2 ഫാക്ടർ ഉണ്ട്. അർജുന് ഇതേപോലെ ട്രാൻസ്ഫർ കിട്ടി പോകുന്നു, അല്ലെങ്കിൽ വണ്ണം. ഈ 2 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അർജുൻ എപ്പോഴും ഒരു പ്രണയ ട്രാക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് അർജുൻ പറഞ്ഞു വരക്കുന്നത്. അതായത് ഇതൊക്കെ ഒരു പ്രതികൂല സാഹചര്യങ്ങളാണ്. നമ്മൾ ഇതിൽ ഡീപ്പായിട്ട് നോക്കുമ്പോൾ എല്ലാ പ്രണയങ്ങൾക്കും അല്ല, ചില പ്രണയങ്ങൾക്ക് ഇതൊക്കെ വേണം. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടുക്കിയിൽ നിന്നും കോട്ടയത്തേക്ക് ട്രാൻസ്ഫറിങ് ആണല്ലോ മൊത്തത്തിൽ ലൈഫ്. ഇടുക്കിയിൽ നിന്ന് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നു. അവിടെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. സ്കൂളിൽ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ആദ്യം വണ്ണം കുറയ്ക്കണം. അർജുന് നല്ല വണ്ണമുള്ള ഒരാളും കൂടിയാണ്. അതാണ് തൻ്റെ പ്രണയ ട്രാക്ക് പിടിക്കാൻ പ്രയാസമുള്ളത്. അപ്പോൾ വണ്ണം കുറയ്ക്കാനുള്ള അർജുൻ്റെ ബുദ്ധിപരമായ തീരുമാനം അന്ന് ഭയങ്കര രസം തന്നെയായിരിക്കണം. അർജുൻ നേരെ ജിമ്മിൽ പോകുന്നു. ജിമ്മിൽ നേരെ വരുന്നു ബേക്കറി വന്ന് പഫ്സ് കഴിക്കുന്നു. എനിക്കത് മനസ്സിലാകാത്തത്. പഫ്സ് കഴിക്കാം, ഓക്കെ. അപ്പോൾ ഈ ജങ്ക് ഫുഡൊന്നും അങ്ങനെ കഴിക്കരുത് എന്നുള്ളതാണ് ജിം ഇൻസ്ട്രക്ടേഴ്സ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അർജുന് അന്നൊരു ഇൻസ്ട്രക്ടറെ കിട്ടിയിട്ടുണ്ടായാല. അപ്പോൾ ചിലപ്പോൾ ഒരു വിധിയായിരിക്കാം. കാര്യം ഇൻസ്ട്രക്ടർ കിട്ടിയാലും ചിലപ്പോൾ ചില വിധികൾ തടയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അർജുൻ ഈ ബേക്കറിയിൽ വെച്ചൊരു പെണ്ണിനെ കാണുകയാണ്. കണ്ടും നോക്കി. ഓക്കെ, കുറച്ച് നേരമൊക്കെ നിന്നു. പിന്നെ തേങ്ങ പോട്ടെന്ന് വിചാരിച്ചു, അത് പോയി. ഓക്കെ, അത് കുറച്ച് ക്രഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക്, അല്ലെങ്കിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരത്തേക്കുള്ളൂ. പക്ഷേ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി. ഓക്കെ, അപ്പോൾ അർജുൻ പിറ്റേ ദിവസം സ്കൂളിലേക്ക് ചെല്ലുന്നു. ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ചെല്ലുന്നു. അപ്പോൾ അർജുൻ്റെ ഹൈറ്റും വെയിറ്റൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു അർജുന് സാറാണ്, എൻ്റെ പൊന്ന് സാറിനെ ബഹുമാനിക്കണം. ഓക്കെ, അതൊന്നും അല്ലാന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ക്ലാസ്സിലിരുന്നു. ഫസ്റ്റ് അവർ സെക്കൻഡ് അവർ കംപ്ലീറ്റ് ചെയ്തു. ഇൻ്റർവെൽ ടൈമായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിൽക്കുന്നു ആ ബേക്കറി പഫ്സുകാരി. വാവ്, അടിപൊളി. ഇതിൽ നല്ല ഇനി വേറെ എക്സ്പീരിയൻസ് കിട്ടാനുണ്ട് സ്കൂൾ ലൈഫിൽ. നല്ലൊരു എൻട്രിയാണ് അർജുന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ ആ കൊച്ചിനെ കണ്ടു. വീണ്ടും കണ്ണും കൊണ്ടുള്ള ഒരു സംസാരങ്ങൾ അർജുൻ അവിടെ നടത്തി എന്നുള്ളതാണ് അർജുൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ബാക്കിയെല്ലാവർക്കും ആ കൊച്ചു അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. ബാക്കിയെല്ലാവർക്കും അർജുനെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാണ്. അത്രയും ഭീകരമായ ഹൈറ്റും ഭീകരമായ വെയിറ്റും ഭീകരമായ ലുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ബാക്കിയുള്ളവർക്കും പേടിയാണ്. പക്ഷേ ആ കൊച്ചു മുഖത്തേക്ക് നോക്കി സംസാരിച്ചു. പിന്നെ അർജുനും പേടിയാണ് ഒരു പരിധി വിട്ട് ഒരാളുടെ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട്. കാര്യം മൊത്തം റിജക്ഷനാണ്. എല്ലാം വൺ സൈഡായിപ്പോയി. ഓക്കെ, ക്രഷ് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ, ബാക്കി എല്ലാം വൺ സൈഡ് ആയതുകൊണ്ട് തന്നെ അർജുന് പേടിയാണ് ഒരാൾക്കാരോട് സംസാരിക്കാനോ, അല്ലെങ്കിൽ അവർ അടുത്ത് വരുമ്പോൾ തനിക്ക് പ്രണയിനിയായിട്ടുള്ള ഒരാൾ അടുത്ത് വരുമ്പോൾ അർജുന് പേടിയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് അടുത്ത് വരുമ്പോൾ മാറി മാറി പോകാറുണ്ട് എന്നുള്ളതാണ് അർജുൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നല്ല കാര്യമാണ്. അർജുൻ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളത് അടിപൊളിയാണ്.
അപ്പോൾ ആ കൊച്ചെന്ത് ചെയ്തു, ചില പെണ്ണുങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ എത്ര ഒഴിഞ്ഞു മാറിയാലും ചില പെണ്ണുങ്ങൾ അതിലേക്ക് കൂടുതലായിട്ട് അവർ ഡോമിനേറ്റ് ചെയ്ത് ഉള്ള കാര്യം തുറന്നു പറയും, അവർക്കുള്ള ഇഷ്ടം. ചില ആണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ കൊച്ചൊരു ദിവസം അർജുൻ്റെ അടുത്തേക്ക് തൻ്റെ പ്രണയം കാണിക്കാനായിട്ട് ഒരു സ്ട്രോബെറീൻ്റെ മണമുള്ള റബ്ബർ എറേസർ കൊടുക്കുകയാണ്. അടിപൊളി. സ്ട്രോബെറി നല്ലതാണല്ലോ, പ്രണയത്തിൻ്റെതായ ഒരു സിമ്പിളായിട്ട് നമുക്ക് കൂട്ടാം. റോസാണ് കുറച്ചും കൂടി ആപ്റ്റ്, എങ്കിലും സ്ട്രോബെറിക്കും വാല്യൂ ഉണ്ടെന്ന് അർജുൻ കാണിച്ചു തരുവാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ആ കൊച്ച് എന്ത് ചെയ്തു, ഒരു ലവ് ലെറ്ററും കൂടി കൊടുത്തു. ലവ് ലെറ്ററിൽ ഇത്ര എഴുതിയിരിക്കുന്നത് ബിഗ് ബി എന്ന് പറയുന്നത് അർജുൻ്റെ വേറൊരു പേര്. കാര്യം അർജുൻ പറഞ്ഞത് വെച്ചിട്ട് അർജുൻ്റെ ഈ രൂപവും ഭാവവും ശബ്ദവും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ബിഗ് ബിക്ക് ഉള്ള വകുപ്പുണ്ട്. അർജുനെ സ്കൂളിൽ വിളിച്ചിട്ടിരുന്നതും ബിഗ് ബി എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ആ കൊച്ചിന് അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. അല്ലാണ്ട് ആ കൊച്ചൊരു സ്വന്തമായിട്ടൊരു പേരിട്ട് അർജുനെ ുള്ള സ്നേഹം കാണിച്ചതൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ആ ലവ് ലെറ്റർ, അന്ന് ലവ് ലെറ്ററിൻ്റെ കാലഘട്ടം, എനിക്ക് തോന്നുന്നു അർജുനൊരു 90 കിഡായിരിക്കണം. അപ്പോൾ ആ സമയത്ത് ലവ് ലെറ്ററും എക്സ്പ്രഷനൊക്കെയാണ്. അന്നത് സിനിമകളും അങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു അർജുൻ A4 ആറ്റിറ്റ്യൂഡ്, R4 റൊമാൻറ്റിക്, J4 എന്താണോ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ ലവ് പോയിക്കൊണ്ടിരുന്നത്. ഈ ഫുള്ളും കണ്ടുകൊണ്ടുള്ള പരിപാടി തന്നെയാണെന്നുള്ളതാണ് അർജുൻ വീണ്ടും പറയണത്. ഞാൻ വേറെ ഒന്നും പോയിട്ടില്ല, കൈ കൊണ്ടുള്ള പരിപാടിക്കൊന്നും പോയിട്ടില്ല, എല്ലാം കണ്ടുകൊണ്ട് തന്നെ. പിന്നെ അർജുൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അർജുൻ മനസ്സിലായി കാര്യം, ഇതൊക്കെ വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അമ്മയൊക്കെ അറിഞ്ഞാൽ എന്ത് നാണക്കേടാണ്, ഈ ചെറിയ പ്രായത്തിൽ ഈ ചെക്കന് പ്രേമോ. അതുകൊണ്ട് തന്നെ അർജുൻ അത് നൈസായിട്ട് ഒഴിവാക്കി ക്രഷ് മാത്രം കൂടെ നിർത്തി എന്നുള്ളതാണ് പറയണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചും അവിടുന്ന് പഠിച്ച് എവിടേക്കോ പോയി, അർജുൻ അവിടുന്നും പോയി, പിന്നെ എവിടേക്കോ പോയി, മോഡലായി, അവസാനം ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിരുന്ന് ഇതൊക്കെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അർജുൻ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്, നല്ല ജെന്യുവിനാണ്. പക്ഷേ അർജുനെ പോലെ ഒരാൾ ഒരു ക്രൂക്കഡായിട്ട് ഗെയിം കളിക്കാൻ, അല്ലെങ്കിൽ കുറച്ചൊരു ട്രിക്കായിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് ഗെയിം കളിക്കാൻ തയ്യാറെടുക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബിഗ് ബോസ് അങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ പോലും അർജുൻ ഒരു പരിധി വിട്ട് ഒരു ഫ്രണ്ടിനെ നാളെ അവൻ്റെ ഓപ്പോസിറ്റ് നിന്ന് കളിക്കാനൊക്കെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അർജുനെ കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവിടെയുള്ള ചില ആൾക്കാരുണ്ട്, അവരുടെ ഒന്നും വാക്കിൽ വീഴാണ്ടിരിക്കുക, അതിൽ ഗെയിം കളിക്കാണ്ടിരിക്കുക. അർജുന് സ്വന്തമായിട്ട് എന്ത് തോന്നുന്നു അതിലൂടെ മുന്നേക്ക് പോയാൽ തന്നെ അർജുന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്, ആരാധകർ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അതിലൂടെ തന്നെ അർജുന് പോകാൻ സാധിക്കട്ടെ, അവിടെയുള്ള കാര്യങ്ങളിലൊന്നും വീഴാണ്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത്രയാണ്. അർജുൻ നല്ലൊരു ക്വാളിറ്റി പേഴ്സണായിട്ട് എനിക്ക് തോന്നി ഇത് കേട്ടപ്പോൾ. അടിപൊളി. അർജുൻ ഈ കഥകളൊക്കെ പറയുമ്പോൾ അവിടെ ജാസ്മിനൊക്കെ ഇങ്ങനെ അന്തം വിട്ട്, അല്ലെങ്കിൽ അതിലിങ്ങനെ മുഴുകിയിരിപ്പുണ്ടായിരുന്നു. ശ്രീതു ഓഫ് കോഴ്സ്, ശ്രീതുവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും പോയിരിക്കുന്നത്, ഓ ചേട്ടാ ഫ്രഷ് ആണല്ലേ, ഓക്കെ ഓൾറെഡി ഒരു ലവ് ട്രാക്കല്ല, ഒരു സീരിയസ് ലവ് തന്നെ അവിടെ വരാൻ സാധ്യതയുണ്ട്. കാര്യം ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതേപോലെ തന്നെ ഒരു കണ്ണുകൊണ്ടുള്ള, അർജുൻ ഇപ്പോഴും ആ കണ്ണുകൊണ്ടുള്ള താളത്തിലാണ് നിൽക്കുന്നത്. ശ്രീതും അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ശ്രീതുവിൻ്റെ ഒരു രീതികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, കാര്യം ശ്രീതു ഒരു നൃത്ത ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചും കൂടി ഇൻ്റർഫിയർ ചെയ്യുന്നത് ചിലപ്പോൾ എസ്പെഷ്യലി പ്രേമമൊക്കെ ഒരു കണ്ണുകൊണ്ടായിരിക്കണം. എന്തായാലും ഒരു നല്ലൊരു കോംബോ ആയിട്ട് വരട്ടെ. അടിപൊളി.